ഹായ് എവ്രി വൺ. കുറേ ദിവസമായിട്ട് നമ്മൾ ഓരോ പ്രിപ്പറേഷൻ്റെ പിറകെ നടക്കുവാണെങ്കിലും ഞാൻ വീഡിയോ കവർ ചെയ്ത് തുടങ്ങിയത് മെയ് 11-നാണ് കേട്ടോ. മെയ് 11 നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കൂളിൽ വിസിറ്റ് ചെയ്തപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇവിടെ ക്രാഫ്റ്റിൻ്റെ ഒക്കെ നല്ല തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്ന് ഒരു കുറച്ച് നേരം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് പോവുക ചെയ്തേ. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്രാഫ്റ്റ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതവർ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഹാങ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഹെൽപ്പ് ചെയ്ത് ഇത് വളരെ ക്യൂട്ടായിട്ട് തോന്നി, ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ് ഈ ഒരു ഐഡിയ. ഓക്കെ, ദെൻ നമ്മളിങ്ങനെ കുറച്ച് ഹാങ്ങിങ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വെഡ്ലാൻഡിലേക്കാണ്. വെഡ്ലാൻഡിൽ അത്യാവശ്യം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് വരുന്ന ചീഫ് ഗസ്റ്റിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് സാരിയും മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ നേരെ പോയത് ബ്രൈറ്റിലാണ്. ബ്രൈറ്റിൽ പോയി ബട്ടർ നാൻ പെപ്പർ ചിക്കൻ അങ്ങനെ ജസ്റ്റ് ലൈറ്റായിട്ടൊരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോയി. ഫുഡ് മുഖ്യമാണല്ലോ അങ്ങനെ. സോ നെക്സ്റ്റ് ഡേ നമ്മുടെ മെയ് 12 നമ്മുടെ ഇനാഗുറേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. അപ്പോൾ രാവിലെ തന്നെ ഉമ്മി പോയി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, കുറച്ച് കാര്യങ്ങൾ മീൻസ് ഈ പന്തലിൻ്റെ പണി, ബാക്കിയുള്ള ഈ എന്താ പറയുക നമ്മുടെ സ്നാക്സ്, ടീ കൗണ്ടർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉമ്മി അറേഞ്ച് ചെയ്തിട്ട് ഉമ്മി പോയി. ഞാൻ എത്തുന്നത് ഒരു 10 o'clock-നാണ്. അപ്പോൾ ഞാൻ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ നിന്നുള്ള ടീച്ചേഴ്സും ആൻറ്റിമാരും ഫുൾ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകളും ഉണ്ട്. അപ്പോൾ അവരോട് ബാക്കി നമ്മുടെ പ്രിമൈസ് ഓർഗനൈസേഷൻ, സെറ്റിംഗ്, ഡെക്കറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീറ്റിങ്ങിന് വിളിച്ചു. എല്ലാവരെയും മീറ്റിങ്ങിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഓരോരുത്തരുടെ റോളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ 3 o'clock ആയപ്പോഴത്തേനും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി നമ്മുടെ മിനിസ്റ്റർ വരും എന്ന് പറഞ്ഞത് 3 o'clock, പക്ഷേ കുറച്ച് ഡിലേ ആയി. ഓൾമോസ്റ്റ് 4 o'clock ആയി. പിന്നെ അന്ന് അത്യാവശ്യം കുറച്ച് ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അപ്പം എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 o'clock ആയപ്പോഴത്തേക്കും പിള്ളേരുടെ കൾച്ചറൽ ഇവൻറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് നഹന, അഫ്സ, സമ്മ ഫസ്റ്റ് നമ്മുടെ കുട്ടികളാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ സമ്മർ ക്യാമ്പിനുണ്ടായിരുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസാണ്. ഇതെല്ലാം നമ്മുടെ സമ്മർ ക്യാമ്പിലെ കുട്ടികളാണ്. ഇഷൽ, ദിയ, ഫാത്തിമ, അവന്തിക, ഐറ, ഇഫ്സ, എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത് നമ്മുടെ ബോയ്സ് ടീമാണ്. ഇതിനകത്ത് റൈദും ഉണ്ടായിരുന്നു, പക്ഷേ റൈദിന് അന്ന് സിക്കായിട്ട് പിന്നെ ഡാൻസ് ചെയ്തില്ല. ഇത് റിദായുടെ ടീമാണ്. അങ്ങനെ അവരും നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തു. ഇതിലും കുറച്ച് കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് എൻറോൾ ചെയ്തിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവരുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പിന്നെന്താ പറയുന്നത്, എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സെയിൻ എൻ്റെ കസിൻ്റെ കുട്ടിയാണ് കേട്ടോ. ട്രിവാൻഡ്രം ഇൻ്റർനാഷണലിൽ പഠിക്കുന്നത്. പിന്നെ ഈ ഒരു മോളുടെ ഒരു ചെറിയൊരു ഡാൻസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓരോ ചീഫ് ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങി. ഇത് സജിൻ ലൂയിസ് സർ, നമ്മുടെ കടക്കാവൂർ CI ആണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മിനിസ്റ്ററും എത്തിയിട്ടുണ്ട്. ഇതാണ് GR അനിൽ സർ, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെ മിനിസ്റ്ററാണ്. ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ സാക്ഷാത്കാരമായി പോവുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഒരു നിമിഷം നമുക്ക് ഓർമ്മയിൽ കാണാം. Good evening, everyone. It gives me immense pleasure to welcome you all to the inaugural ceremony of Edumate at High School. Actually, ഉച്ച മുതലേ വന്ന് ഒരുപാട് ടയർഡായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ സ്കൂളിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഒന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ ഈ എഡ്യൂമേറ്റ് ഹൈസ്കൂൾ ജേർണിയിലേക്ക് വന്നതെന്ന് പറയാം. അതായത് ഒരു 3-4 വർഷം മുന്നേ ആക്ച്വലി എന്റെ ഒരു രണ്ടാമത്തെ കുട്ടീനെ സ്കൂളിൽ ചേർക്കാൻ വരുന്ന സമയത്താണ് ആ ഒരു സ്കൂൾ പോരാ, ഇനി അങ്ങോട്ടേക്കുള്ള ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കിഡ്സ് എന്നുള്ളൊരു ബോധം എനിക്കും എന്റെ ഹസ്ബൻഡിനും വന്നതോടുകൂടിയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ ഫ്രാഞ്ചൈസി എടുക്കാമെന്നും അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു
എഡ്യൂമേറ്റ ദ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു ആശയത്തിലേക്ക് വരുന്നതും ഒരുപാട് ഫ്രാഞ്ചൈസികൾ നമ്മൾ അവരുമായിട്ട് മീറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നോർത്തിൽ തന്നെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഡ്യൂമേറ്റ ദ ഹൈസ്കൂളിന്റെ 543ാമത്തെ ബ്രാഞ്ച് നമ്മൾ തിരുവല്ലത്ത് എടുക്കുകയും വെറും 6 കുട്ടികളിൽ നിന്ന് തുടങ്ങി എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ആ സ്കൂളിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും അത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സ്കൂൾ തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വീണ്ടും വരികയും ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ തറവാടാണ്. കുറച്ചു പേർക്കെങ്കിലും അറിയാം, നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുന്ന് നമ്മൾ പോകേണ്ട ചെറിയ പ്രായത്തിലെ ഒരു എന്താ പറയുന്ന നമുക്കൊരു ലക്കില്ലായ്മയോ എന്തോ കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നവരാണ്. സോ ആ ഒരു സമയത്തൊക്കെ ഈ വീട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹോളിഡേ ഹോംസ് പോലെ വെക്കേഷൻ വൺസിനെ വയൽ വന്നിട്ട് പോകുന്ന ഒരു നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ കുറെ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇത് പൂട്ടിയിട്ടപ്പോ റെന്റ് ഔട്ടിന് കൊടുക്കേണ്ടി വന്നു. പതുക്കെ നമുക്ക് ഈ വീടിനോടുള്ള ഒരു ഇമോഷണൽ ആ ഒരു ഇതൊക്കെ കുറഞ്ഞു വരുമായിരുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും എന്റെ മദറിനോട് ഉമ്മയോട് ചോദിക്കണ്ടായിരുന്നു, ഉമ്മ എന്തിനാണ് ഈ വീട് ഇത്രയും എന്താ പറയുന്നത് കഷ്ടപ്പെട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നാണ്. അപ്പൊ ഉമ്മ എപ്പോഴും പറയും, ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നോ അത്ര കാലം ഞാൻ ഈ വീട് സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ എങ്ങനെ നോക്കിയോ അതുപോലെ ഈ വീട് ഞാൻ ഇത് ചെയ്യുന്നു. അപ്പൊ ഇപ്പം എന്താ പറയുന്നത്, ഈ ഒരു മദേഴ്സ് ഡേയുടെ ഒരു ഗിഫ്റ്റ് പോലെയാണ് എനിക്കിത്. അത്രയും പ്രൗഡായിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ എത്രത്തോളം എന്റെ ഉമ്മയുടെ ലൈഫ് പറയുകയാണെങ്കിൽ ലൈഫിന്റെ 3/4 ഭാഗവും നമുക്ക് വേണ്ടി, എനിക്കും എന്റെ സിബ്ലിങ്സിന് വേണ്ടി ചെലവഴിച്ച പോലെ തന്നെ ഈ ഒരു വീട് സംരക്ഷിക്കുന്നതിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഉമ്മിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ബ്രാഞ്ച് ഇവിടെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീട് എന്ന് പറയുമ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് അറിയാം, 100 വർഷങ്ങൾക്ക് അത്രത്തോളം പഴക്കമുള്ള ഒരുപാട് പ്രൗഢിയിൽ ഉണ്ടായിരുന്ന ഒരു തറവാടാണ്. കുറെ വർഷങ്ങളായിട്ട് അത് പലരുടെ കയ്യിൽ ഇരുന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനും ഇങ്ങനൊരു സംരംഭം തുടങ്ങാനും പറ്റിയതിൽ എനിക്ക് വളരെയധികം പ്രൗഡായിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ വേദിയിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അധികം ഇത് ചെയ്യുന്നില്ല, എന്റെ കർത്തവ്യത്തിലോട്ട് കിടക്കട്ടെ. സോ എന്റെയും നമ്മുടെ സ്കൂളിന്റെ ടീമിന്റെയും ഇതായിട്ട് ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് JR അനിൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂളിന്റെ ഇനാഗ്രേഷനും ചെയ്തത്. സാറിന്റെ ഒരു അനുഗ്രഹം, ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് വളരെയധികം ഇപ്പോഴും ഹാർട്ട് ടച്ചിങ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ശൈലജ മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് ശൈലജ മാഡത്തിനെ സ്വാഗതം ചെയ്തോളുന്നു. അടുത്തതായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കടക്കാവൂർ CI സജിൻ ലൂയിസ് സാറിനെ ക്ഷണിച്ചോളുന്നു, സ്വാഗതം ചെയ്യും. അടുത്തതായി CS ജയചന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ദിലീപ് മണമ്പൂർ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് നാസിൻ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഡ്വക്കേറ്റ് മാഹിൻ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി MD അബ്ദുൽ നാസർ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ AK ഫാമിലിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ തറവാടിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള AK സലീം സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇവരുടെ ഭാഗമായി മാറണം, അതാണ് ഏറ്റവും പ്രധാനം അതാണ്. രക്ഷകർത്താക്കൾ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോക്കുകളാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. നമ്മളെല്ലാം 10ാം ക്ലാസ്സിൽ ചേർന്ന 10ാം ക്ലാസ് വരെ അച്ഛനും അമ്മയും പിന്നെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുള്ള കുട്ടികളും അല്ല, അതായിരുന്നു കാലഘട്ടം. ഇന്നത് മാറിയിരുന്നു. അതനുസരിച്ചുള്ള ശ്രദ്ധ തങ്ങളുടെ കുട്ടികളുടെ പരിചരിക്കുന്നവരെ എന്താണ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് PGA മാത്രമല്ല MPGA ഉണ്ടാക്കിയ സ്കൂളുകളിൽ
രഹിന എസ് അവർക്ക് അഡ്വക്കേറ്റ് GR അൻസാറിന് സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ്. ആ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അഡ്വക്കേറ്റ് ശൈലജ ബീഗം മാമിനെ സമ്മാനിക്കുന്നു. ഫാത്തിമ രേഷ്മ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ്. കൂടി അന്ന് ഇനാഗുറൽ സെറമണിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു കളറിംഗ് കോമ്പറ്റീഷനും കൂടി രാവിലെ നടത്തിയിട്ടുണ്ടായിരുന്നു 3 കാറ്റഗറീസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിന് ഫസ്റ്റ് പ്രൈസ് ഉള്ള കുട്ടികൾക്ക് ഗോൾഡ് മെഡലും, സെക്കൻഡ് പ്രൈസ് 3 പേർക്ക് സിൽവർ, പിന്നെ ബ്രോൺസ്, തേർഡ് പ്രൈസ് ബ്രോൺസ്, അങ്ങനെ 9 മെഡലും ബാക്കി എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് മെഡൽ വിന്നേഴ്സിനൊക്കെ നമ്മൾ മിനിസ്റ്റർ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രൈസ്. നിറഞ്ഞ കൈയടിയോടുകൂടി കൺഗ്രാറ്റുലേഷൻസ് മുഹമ്മദ് ഇർഫാനുള്ള സർട്ടിഫിക്കറ്റ് മെഡലും അഡ്വക്കേറ്റ് GR അൻസാർ നിർവഹിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. കാറ്റഗറി 2 മുഹമ്മദ് ഇർഫാനാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. എടുക്കാൻ നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ ഈ ഒരു സമ്മാനദാനം സാക്ഷ്യം വഹിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തതായി കാറ്റഗറി 3 ഒരു കുഞ്ഞു സുന്ദരിയാണ്. നൈറ നസീബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കളറിംഗ് കോമ്പറ്റീഷൻ കാറ്റഗറി 3. രാവിലെ ഒരുപാട് കരച്ചിലായിരുന്നു, മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് GR അൻസാറാണ് ഇവരുടെ സമ്മാനദാനം നിർവഹിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് നൈറ നസീബ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. എന്റെ മക്കളെവിടെ? മക്കളിവിടെ ഉണ്ട്. അവരൊക്കെ ഇനി തപ്പിയെടുക്കാൻ പറ്റില്ല. ലോക്ക് ചെയ്തേക്കുവാണ്. അത് വിത്തൗട്ടാണ്. വിത്തൗട്ട് ഞങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് ഇത് കൈകാര്യം ഈ പ്രോഗ്രാമിന്റെ പേരിൽ എന്റെ പേരിൽ ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പിന്നെ ലാഭങ്ങളില്ലാതെ അധ്വാനിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ പേർക്കും ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം കവർ ചെയ്ത എല്ലാ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ വാർത്താ മീഡിയ പ്രവർത്തകർക്കും ഈ പ്രോഗ്രാമിന് അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല പോലെ തന്നെ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ അന്ന് ചൂട് കുറച്ച് ഇതായിരുന്നു, എന്നാലും അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ നടന്നു. പിന്നെ അന്നത്തെ ദിവസം ഫുഡ് തീരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ഒരു ഗ്രാൻഡ് ഡിന്നറായിരുന്നു. മട്ടൻ കറി, ചിക്കൻ റോസ്റ്റ്, അപ്പം, പൊറോട്ട, ഒറട്ടി, അൽഫാം, കുബൂസ്, അങ്ങനെ ഒരു ഗ്രാൻഡ് മെനു തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിച്ചവൻ എല്ലാം എളുപ്പമാക്കി തരുന്നതിന്. സോ താങ്ക്